ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ ഡെയിലി ചാർട്ടിൽ 200-ഡേ മൂവിംഗ് ആവറേജിന് താഴെ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 50-ഡേ മൂവിംഗ് ആവറേജ് ഇതിനെ ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഡെത്ത് ക്രോസ് ആണ്. അങ്ങനെ ഒരു ഭയം മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ഫിയറിനും ഇടയിലുള്ള ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റിൽ നടന്നതായിട്ട് കാണാം. വർഷങ്ങളായിട്ട് അനങ്ങാതെ നിൽക്കുകയായിരുന്ന കെമിക്കൽ സ്റ്റോക്കുകൾ, ഇപ്പോൾ SRF, നവീൻ ഫ്ലോറിൻ, ബാലാജി അമൈൻസ്, ആർത്തി ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ വമ്പിച്ചൊരു റാലി ഇന്ന് നടക്കുകയുണ്ടായി. 13% ഒക്കെ റാലിയാണ് SRFൽ നടന്നത്. ഇപ്പോൾ റെഫ്രിജറൻ്റ് ഗ്യാസുകളിൽ US ഉണ്ടായിട്ടുള്ള പ്രൈസ് ഹൈക്ക്, ആ ഒരു വിലവർധനവാണ് ഈ സ്റ്റോക്കുകളിലുള്ള റാലിക്ക് കാരണമായത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മാർക്കറ്റിൽ ഒരു റാലി നടക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ഏതെങ്കിലും ട്രിഗർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകളിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവും. കൂടാതെ ഇനിയിപ്പോൾ റിസൾട്ട് സീസണാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള നല്ല റിസൾട്ടുകൾ ചില സെക്ടറുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെക്ടറിൽ വലിയ റാലി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ട്രിഗർ പോയിന്റുകൾ മാർക്കറ്റിനെ ഉയർത്തിയേക്കാം. ആ ഒരു പ്രതീക്ഷയോടെയാണ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ സമീപിക്കുന്നത്. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 2025 വരാൻ പോകുന്ന ചില മെഗാ IPOകൾ. അത്തരം IPOകളുടെ ഇവൻറ്റുകൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയൊരു യുഫോറിയക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം IPOകൾ ഏതെല്ലാം എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 2024 സ്റ്റോക്ക് മാർക്കറ്റിൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും വലിയ ഹിറ്റായിട്ടുള്ള ഒരു സംഭവം നമുക്ക് പറയാൻ കഴിയുന്നത് IPOകളുടെ എണ്ണത്തിലുണ്ടായ അഭൂതപൂർവമായ വർധനമാണ്. അപ്പോൾ IPO മാർക്കറ്റ് കഴിഞ്ഞ 2024 ഓവറോൾ ജനറേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 1.6 lakhs crore ആണ്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO വന്നതും കഴിഞ്ഞ വർഷമായിരുന്നു. LICയുടെ 21,000 കോടിയുടെ IPO എന്നുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹുണ്ടായിയുടെ 27,000 കോടിയുടെ IPO വന്ന വർഷമായിരുന്നു 2024. കൂടാതെ IPO സബ്സ്ക്രിപ്ഷനിൽ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശം നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ ബാധിച്ചതായിട്ട് നമുക്ക് ഡാറ്റകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പല IPOകളും വമ്പൻ ഹിറ്റുകളായിരുന്നു. ഇപ്പോൾ നല്ല ഇഷ്യൂ സൈസുമായി വന്ന പ്രധാനപ്പെട്ട പല IPOകളും ലിസ്റ്റിംഗ് ഗെയിൻ നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്വിഗ്ഗി IPO 17% ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിരുന്നു. NTPC ഗ്രീൻ IPO 13% ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിരുന്നു. ബജാജ് ഹൗസിംഗിൻ്റെ IPO 15% ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിരുന്നു. ഒല ഇലക്ട്രിക് 20% ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിരുന്നു. അതുപോലെ ആഫ്കോൺ ഇൻഫ്ര എന്ന് പറയുന്ന IPO 2.4% ലിസ്റ്റിംഗ് ഗെയിൻ നേടി. വാരി എനർജീസ് 56% ലിസ്റ്റിംഗ് ഗെയിൻ നേടി. അതുപോലെ ഭാരതി ഹെക്സാകോം 43% ലിസ്റ്റിംഗ് ഗെയിൻ നേടി. വിശാൽ മെഗാമാർട്ട് IPO 40% ലിസ്റ്റിംഗ് ഗെയിൻ നേടി. അപ്പോൾ ഇതൊക്കെ നേരിയ ലിസ്റ്റിംഗ് ഗെയിൻ ആണെങ്കിലും ഇത്ര വലിയ IPOകൾ ലിസ്റ്റിംഗ് ഗെയിൻ നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കൂടാതെ ചില IPOകൾ ലിസ്റ്റിങ്ങിന് ശേഷം വമ്പിച്ച റണ്ണപ്പ് നടക്കുകയുണ്ടായി. 100% മുതൽ 200% വരെ നേട്ടമുണ്ടാക്കിയ IPOകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജ്യോതി CNC എന്ന് പറയുന്ന IPO 220% ആണ് കറണ്ട് പ്രൈസും IPO പ്രൈസുമായുള്ള ആ ഒരു ഗ്രോത്ത്. അതുപോലെ പ്രീമിയം എനർജിയിൽ 200% ആണ്. ഓറിയൻ ടെക്നോളജിയിൽ 134% വർധനമാണ്. ഇപാക് ഡ്യൂറബിൾസിൽ 130%, പ്ലാറ്റിനം ഇൻഡസ്ട്രീസിൽ 130%. അങ്ങനെ ലിസ്റ്റിങ്ങിന് ശേഷം പോസ്റ്റ് ലിസ്റ്റിങ്ങിൽ വമ്പിച്ച മുന്നേറ്റം നടത്തിയ സ്റ്റോക്കുകളാണ് ഇവയൊക്കെ. ഇപ്പോൾ 2024 IPOയുടെ ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റേഴ്സിനെ പിടികൂടിയിട്ടുള്ള ആ ഒരു യുഫോറിയ അതിപ്പോൾ 2025 തുടരുമെന്നാണ് IPO മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ നൽകുന്ന സൂചന. അപ്പോൾ 2025 ഏകദേശം 34ഓളം കമ്പനികൾ ഓൾറെഡി IPO ലിസ്റ്റിങ്ങിനായിട്ട് അപ്രൂവൽ നേടിയിരിക്കുകയാണ്. അതുപോലെ 55ഓളം കമ്പനികൾ സെബിയുടെ അപ്രൂവലിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അപ്രൂവൽ ലഭിച്ച ഈ 34 കമ്പനികൾ മാത്രം 50,000 കോടിയുടെ ഒരു IPO സൈസാണ് മൊത്തത്തിൽ വരിക. അതുപോലെ ബാക്കിയുള്ള 55 കമ്പനികളുടെ IPO കൂടി അപ്രൂവ് ആണെങ്കിൽ അത് 1 lakh crore മുകളിലേക്ക് പോകും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള ഒരു IPO കുത്തൊഴുക്കായിരിക്കും ഈ വർഷവും വരാൻ പോകുന്നത്. അതുകൂടാതെ ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത പല ഹോൾഡിംഗ് കമ്പനികളും അവരുടെ സബ്സിഡിയറികളുടെ IPOകളുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ക്വാട്ട തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഷെയർ ഹോൾഡേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ IPO കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം IPOകൾ നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട IPOകളായിരിക്കും. അപ്പോൾ 2025 വരാൻ പോകുന്ന മെഗാ IPOകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ജിയോ ആണ് അതിൽ ഏറ്റവും ചരിത്രമാകാൻ പോകുന്ന ഒരു IPO എന്ന് പറയുന്നത്. റിലയൻസ് ജിയോയുടെ IPOയെക്കുറിച്ച് ഇതുവരെ യാതൊരുവിധ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും റിലയൻസ് നടത്തിയിട്ടില്ല. എന്നാൽ പല അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO ആയിരിക്കുമെന്നാണ്.
കാരണം ഹ്യുണ്ടായി IPOയുടെ നിലവിലുള്ള 25,000 കോടിയെ മറികടന്നുള്ള ഏകദേശം 40,000 കോടിയോട് അടുക്കുന്ന ഒരു ഇഷ്യൂ സൈസായിരിക്കും അതെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അപ്പോൾ ജിയോ ഫൈനാൻഷ്യലിന് ശേഷം റിലയൻസിൻ്റെ ഈ ടെലികോം സെഗ്മെൻറ്റിലുള്ള ഈ ജിയോ തീർച്ചയായിട്ടും അടുത്ത 2025 വലിയൊരു ഇവൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹ്യുണ്ടായി മോട്ടോഴ്സിന് ശേഷം മറ്റൊരു കൊറിയൻ കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള LG ഇലക്ട്രോണിക്സ് അവരുടെ ഇന്ത്യൻ സബ്സിഡിയറിയുടെ IPO അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അത് ഏകദേശം 15,237 കോടിയുടെ വലിയൊരു IPO തന്നെയാണ്. അപ്പോൾ ഈ IPOയുടെ DRHP ഈ കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 9 അത് സെബിയിൽ ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് തന്നെ അതേ വർഷവും മാർച്ച് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഇതിൻ്റെ IPO വരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. 2025 പ്രതീക്ഷിക്കുന്ന മറ്റൊരു വലിയ IPO HDB ഫൈനാൻഷ്യൽസിൻ്റെതാണ്. HDB ഫൈനാൻഷ്യൽ സർവീസസ് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ്, NBFC ആണ്. HDFC ബാങ്കിൻ്റെ സബ്സിഡിയറിയായ ഈ കമ്പനിയുടെ ഇഷ്യൂ സൈസ് വരാൻ പോകുന്നത് 12,500 കോടിയുടേതാണ്. അപ്പോൾ ഈ 12,500 കോടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ NBFC IPOകളിലെ ഏറ്റവും ലാർജസ്റ്റ് IPO ആയിരിക്കും. അപ്പോൾ അപ്പർ ലെയർ NBFCകൾ, വലിയ NBFC കമ്പനികൾ സെപ്റ്റംബർ 2025 ലിസ്റ്റ് ചെയ്യണമെന്ന RBIയുടെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് HDFC ബാങ്ക് ഈ ഒരു IPOയുമായിട്ട് വരുന്നത്. അപ്പോൾ 2025 മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിരിക്കും ഈ HDB ഫൈനാൻഷ്യൽസിൻ്റെ IPO. മറ്റൊരു ഹൈ പ്രൊഫൈൽ IPO വരാൻ പോകുന്നത് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഫൈനാൻഷ്യൽ സർവീസസ് സബ്സിഡിയറി ആയിട്ടുള്ള ഹീറോ ഫിൻകോർപ്പിൻ്റെ IPO ആണ്. ഈ കമ്പനി ഓൾറെഡി DRHP ഫയൽ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 3,700 കോടിയുടെ ഒരു IPO സൈസാണത്. അതും നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. മറ്റൊന്ന് ഗ്രീവ്സ് കോട്ടൻ്റെ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ IPO ആണ്. എൻജിൻസ് മാനുഫാക്ചറിംഗ് നിർമ്മാതാക്കളായിട്ടുള്ള ഗ്രീവ്സ് കോട്ടൻ്റെ സബ്സിഡിയറിയായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി അവർ 2024 ഡിസംബർ 23 ഓൾറെഡി DRHP സെബിയിലും BSEയിലും NSEയിലും ഒക്കെ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1000 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. ഗ്രീവ്സ് കോട്ടൺ നിലവിൽ അവർക്ക് ഗ്രീവ്സ് എഞ്ചിനീയറിംഗ്, ഗ്രീവ്സ് റീറ്റെയിൽ, ഗ്രീവ്സ് ഫിനാൻസ്, അല്ലെ ഗ്രീവ്സ് ടെക്നോളജീസ് എന്നീ 4 മറ്റ് ബിസിനസ് യൂണിറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ഈ പറയുന്ന ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി. അപ്പോൾ അതിൻ്റെ IPOയും ഇൻവെസ്റ്റേഴ്സ് വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു IPO ആണ്. പ്രത്യേകിച്ച് അതൊരു EV സെഗ്മെൻറ്റിലുള്ള ഒരു IPO എന്നുള്ള നിലക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട IPO പ്രതീക്ഷിക്കുന്നത് എക്സാവെയർ ടെക്നോളജീസിൻ്റെയാണ്. ഇത് IT സർവീസ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂ സൈസ് 9,950 കോടിയുടെ ഒരു IPO ആണ്. 2024 സെപ്റ്റംബർ 6 ഇവർ ഓൾറെഡി ഇവരുടെ DRHP ഫയൽ ചെയ്തതാണ്. പക്ഷേ ഇതുവരെ അതിന് അപ്രൂവൽ ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് മുമ്പ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കമ്പനി ഒറിജിനായിട്ട് അറിയപ്പെടുന്നത് ആപ്ടെക് ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നായിരുന്നു. ഇപ്പോൾ 2002 ഇത് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഈ ഹെക്സാവെയർ ടെക്നോളജീസ് എന്ന പേര് സ്വീകരിച്ചത്. 2020 വരെ ഇത് മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ 2020 ഇത് ഡീലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം രണ്ടാമതുമാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സെബി ഇതിന് അപ്രൂവൽ നൽകുകയാണെങ്കിൽ അത് IT സെഗ്മെൻറ്റിലുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ IPO ആയിരിക്കും. കാരണം ഇതിനു മുമ്പ് ഇത് ഏറ്റവും വലിയ IPO നടത്തിയത് ടാറ്റ ഗ്രൂപ്പിൻ്റെ IT കമ്പനിയായിട്ടുള്ള TCS ആണ്. അപ്പോൾ അതിലും വലിയൊരു IPO സൈസ് ആയിട്ടാണ് ഇപ്പോൾ ഈ എക്സാവെയർ ടെക്നോളജീസ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു IPO ആണ്. മറ്റൊന്ന് NSDLൻ്റെ IPO ആണ്. NSDLൻ്റെ DRHP 2023 ജൂലൈ 7 സമർപ്പിച്ചതാണ്. ഇതുവരെ പക്ഷേ അതിൻ്റെ ഫൈനൽ പ്രോസസ്സിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒക്ടോബർ 8 സെബി അതിൻ്റെ അപ്രൂവൽ നൽകിയിരുന്നു. 3,000 കോടിയുടെ ഒരു IPO സൈസായിരുന്നു ഇത്. അപ്പോൾ CDSL കഴിഞ്ഞാൽ ഒരു ഡെപ്പോസിറ്ററി സർവീസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ. ഇപ്പോൾ 2017 CDSL ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം വളരെ കാലത്തിന് ശേഷമാണ് മറ്റൊരു ഡെപ്പോസിറ്ററി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മുകളിൽ പറഞ്ഞ ഈ IPOകൾ കൂടാതെ സെപ്റ്റോ എന്ന് പറയുന്ന കിക്സ് കൊമേഴ്സ് കമ്പനിയുടെ IPO വരുന്നുണ്ട്. കൂടാതെ ഏതർ എനർജിയുടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക്, ടാറ്റയുടെ EV സെഗ്മെൻറ്റിൻ്റെ IPO വരുന്നുണ്ട്. അതുപോലെ JSW സിമെൻറ്റിൻ്റെ IPO വരുന്നുണ്ട്. ഇത് കൂടാതെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് വേറെ തന്നെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ കനറ ബാങ്കിൻ്റെ കനറ റൊബേക്കോ AMC അതും വേറെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ IPOകളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പല IPOകളും അവരുടെ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളിൽ നമ്മൾ തീർച്ചയായിട്ടും എൻട്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ IPOകളുടെ ഷെയർ ഹോൾഡിംഗ് ക്വാട്ട പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.